തെന്മല റോസിയിൽ നിന്ന് അർച്ചനയെ രക്ഷിക്കാൻ ചന്ദ്രികയുടെ വീട്ടിലേക്ക് അർച്ചനയെ മാറ്റുന്ന കാർത്യായനി. തന്റെ സഹായത്തിനായി ഉണ്ണിത്താന്റെ സഹോദരിയായ ഭാമിനിയെ വിളിക്കുന്ന നിരഞ്ജന. പ്രസവം കഴിഞ്ഞാൽ അർച്ചനയെ ചെവളയ്ക്ക് കൊടുക്കുമെന്ന് കാർത്യായനി. പൂർണ്ണ ഗർഭിണിയായ അമ്മാളുവിനെ ആശ്വസിപ്പിക്കുന്ന നിരഞ്ജന. IG വർമ്മയുടെ മകന്റെ കുഞ്ഞിനെയാണ് നിരഞ്ജന ദത്തെടുക്കാൻ ഒരുങ്ങുന്നതെന്ന് വിശ്വനാഥനോട് ഫൈസി പറയുന്നു. അമ്മാളുവിന്റെ ആരോഗ്യത്തിൽ നിരഞ്ജനയ്ക്ക് ആശങ്ക. തന്റെ ദുഃഖങ്ങൾ ചന്ദ്രികയോട് പറയുന്ന അർച്ചന. അർച്ചനയെ കാണാനെത്തുന്ന ചെവളയോട് പ്രസവശേഷം അർച്ചനയെ തരാമെന്നറിയിക്കുന്ന കാർത്യായനി. അർച്ചനയോട് കാണിക്കാത്ത സ്നേഹം തങ്ങൾക്കും വേണ്ട എന്ന് രേവതിയും അമ്പിളിയും രാജപ്പനോട് പറയുന്നു. ഇനി ഒരു സഹായവും ശ്യാമളയും മക്കളും തന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുതെന്ന് രാജപ്പൻ. ഭാമിനിയെ വിളിക്കുന്നതിൽ നിന്ന് നിരഞ്ജനയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഉണ്ണിത്താനെ എതിർക്കുന്ന നിരഞ്ജന. അച്ഛന്റെ സഹായമില്ലാതെ ജീവിക്കാമെന്ന് രേവതി അമ്പിളിയോട് പറയുന്നു. ഞാൻ അനുഭവിച്ച അപമാനത്തിന് ജോലിക്ക് പോകുന്ന രേവതിയെ പിന്തുടരുന്ന സജി. നിന്റെ ചേച്ചിയെ അടിച്ച അടിക്കും നീ പരിഹാരം ചെയ്യണം. രാജപ്പന്റെ കയ്യിൽ നിന്ന് പണം തിരികെ വാങ്ങുമെന്ന് വിശ്വനാഥൻ. വിളിച്ചു വരുത്തും ഞാൻ അവനെ, എന്നിട്ട് അവനുള്ള ശിക്ഷ വിധിക്കും. രാത്രി മഴ തുടരുന്നു. പറഞ്ഞത് കേട്ടുവെച്ച് നോക്കുമ്പോ കാർത്യായനി കൊച്ചിനെ SP കൊടുത്ത് പണം തട്ടാനാ പദ്ധതി ഇടുന്നത്. എങ്ങനെ? ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായോ? ഒരു സംശയമില്ല, അവള് ലക്ഷ്യമിടുന്ന അത് തന്നെ. അങ്ങനെയെങ്കിൽ പെണ്ണിനെ ചെവള കൊണ്ടുപോയിട്ടില്ലെന്ന് വേണം നമ്മൾ കരുതാൻ. ഇത് വിട്ടുകൊടുത്ത രായപ്പനാണെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ അവളെ ചെന്ന് കാണണം. ഈ രാത്രിയിലോ? വേണ്ട, അസമയത്ത് വേണ്ട. അവളെ കൈ കിട്ടണമെങ്കിൽ ഈ നേരം തന്നെ പോണം. അവളെ പോലുള്ളവർക്കേ സമയോ അസമയോ ഒന്നുമില്ല. രായപ്പ, ഇത് വിട്ടുകൊടുക്കരുത്. ഒരു കള്ള് കച്ചവടക്കാരിയാ രായപ്പനെ കടത്തി വെട്ടിയത്. വിടരുത് അവളെ. ഇപ്പൊ തന്നെ പോയി ചോദിക്കണം. രായപ്പന്റെ കൂടെ ഞങ്ങളും വരും. എന്താ ആശാനെ? അത് പിന്നെ നാളെ പോയി ചോദിച്ചാ പോരെ? ആശാന് പേടിയുണ്ടെങ്കിൽ വീട്ടിലോട്ട് വയ്ക്കോ. രായപ്പന്റെ കൂടെ ഞാൻ പൊക്കോളാം. ഇതുകൂടെ പിടിപ്പിക്കരായപ്പ. അവള് വാതിൽ തുറന്നില്ലെങ്കിൽ നമ്മളത് ചവിട്ടി പൊളിക്കും. ചെകിടത്ത് രണ്ട് വീഴുമ്പോ പെണ്ണെവിടെ ഉണ്ടെന്ന് അവള് പറയും. അവള് കള്ളു കാർത്തിയാണെങ്കിൽ ആ കള്ളു കുടിക്കുന്ന ആണുങ്ങളാ നമ്മള്. ഇന്ന് രാത്രി തന്നെ രായപ്പന ആ പെണ്ണിനെ കൈ കിട്ടും. നിങ്ങൾ വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയി ചോദിക്കാം. എന്നിട്ട് വാ ആശാൻ. എനിക്ക് വാ. ചേച്ചിക്കൊരു വീടുള്ളപ്പോ വാടക കൊടുത്ത് ഇവിടെ താമസിക്കേണ്ട കാര്യമുണ്ടോ? എന്തിനാ ചേച്ചി മാസം തോറും ഒരു തുക വെറുതെ കളയുന്നത്? നീ പറയുന്നത് കാര്യം തന്നെയാ. സൗകര്യം ഇത്ര ഇല്ലെങ്കിലും ഒരു വീട് എനിക്കും ഉണ്ടല്ലോ. ഈ മാസത്തെ വാടക കൊടുത്ത് വീട് ഒഴിയാൻ ചേച്ചി. നീ തിടുക്കം കാണിക്കാതിരിക്കെ. അർച്ചനയുടെ പ്രസവം കഴിയും വരെ ഇവിടെ കഴിയാനാ എന്റെ തീരുമാനം. എടാ, നമുക്ക് കൈനഷ്ടമൊന്നും വരില്ല. 2 മാസത്തെ വാടക രായപ്പൻ കൊടുത്ത സെക്യൂരിറ്റി തുകയിലുണ്ട്. അതുവരെ നമുക്കിവിടെ താമസിക്കാം. ഇവിടെ നിന്ന് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല ഐശ്വര്യമുള്ള വീടായത്. കാശ് കൈ വന്ന ചേച്ചിക്ക് ഇത് വാങ്ങാനും പറ്റും. ചേച്ചി ഇത് ആഗ്രഹിച്ചല്ലേ? ഞാനിപ്പോ ആലോചിക്കുന്ന അതൊന്നും അല്ലടാ. കുറച്ച് കാശ് കയ്യിലോട്ട് വന്നാ തെന്മലേന്ന് പോണം. ഇവിടുന്ന് പോവാനോ? ഇവിടെ കിടന്ന ഞാൻ എന്നും കള്ളുകാർത്തിയാനി തന്നെ. സത്യം പറയാലോ, ഒരു മാറ്റം വേണമെന്ന് എനിക്കിപ്പോ തോന്നിത്തുടങ്ങി. ചേച്ചി എവിടെ പോകുന്ന കാര്യമായി പറയുന്നേ? എനിക്ക് എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോണം, ചങ്ങനാശ്ശേരിയിൽ. അവിടെ പോയിട്ടൊരു ഹോട്ടൽ തുടങ്ങണം. അതിനു മുമ്പ് നിന്നെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം. നിനക്കൊരു ജീവിതം വേണവടാ. എന്റെ ആ വീട് നിനക്ക് ഞാൻ തന്നിട്ടേ പോകും. നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കണവടാ. കാർത്തു വെച്ച് എവിടെ പോയാലും ഞാനും കൂടെ വരും.
എനിക്കെന്റെ കൂടപ്പുറപ്പിനെ പോലെയാ ചേച്ചി. എന്നാ നീ എന്റെ കൂടെ വന്നോ. കേറുവാശാനെ. ചവിട്ടി തുറക്കണേപ്പ അവിടെ വാതില്. എടി കാർത്തിയാനി, പുറത്തേക്ക് ഇറങ്ങി മാടി. ആരാടാ എന്റെ വീടിന്റെ മുന്നേ വന്ന് വെല്ലുവിളിക്കുന്നത്? പുറത്തേക്ക് ഇറങ്ങി മാടി. ഇതാ രായപ്പൻ ചേട്ടൻ ചേച്ചി. എടി അകത്ത് കയറി പതുങ്ങിയിരിക്കാതെ പുറത്തേക്ക് മാടി. ഇയാളിന്ന് എന്റെ കയ്യിൽ നിന്ന് അടിയും മേടിച്ചോണ്ടേ പോകത്തുള്ളൂ. എന്റെ പെണ്ണിനെ കൊണ്ട് ഞാൻ പോവും. ഇറങ്ങി വാടി ഇങ്ങോട്ട്. എന്ത് വേണം? എന്തു വേണമെന്നോ? ഇതൊരു നടക്കുന്ന പോത്തല്ലേ ചേച്ചി. എവിടെയാടി എന്റെ പെണ്ണ്? തന്റെ പെണ്ണ് വീട്ടിലിരിപ്പില്ലയോടോ, അതോ വയസ്സാങ്കാലത്ത് വല്ലവന്റെ കൂടെ ഒളിച്ചോടി പോയോ? രാത്രി കയറി ഒന്ന് കച്ചട ഉണ്ടാക്കാതെ രായപ്പൻ ചേട്ടൻ സിൽബന്ധികളെ വിളിച്ചോണ്ട് പോ. നീ ആരാടാ എന്നെ വിലക്കാൻ? നല്ല തണ്ണും തടിയൊക്കെ ഉണ്ടല്ലോടാ. എന്തിനാടാ ഇവിടെ വാലായിട്ട് നടക്കുന്നേ? അത് പിന്നെ എന്തിനാന്ന് ആർക്കാരായപ്പോ അറിയാത്തത്? പോയി തരക്കാരോട് കളിക്കടാ. അവ എന്ത് ചെയ്തു ഞാൻ നോക്കട്ടെ. കാണോടാ. എടീ, നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ. എന്നാലേ ഇയാള് പോകാൻ നോക്ക്. അങ്ങനെ അങ്ങ് പോയാൽ പിന്നെ ഞാൻ ആണായിട്ട് ജീവിച്ചിട്ട് കാര്യമുണ്ടോടി? SP ആയിട്ട് നേരിട്ട് ഇടപാട് നടത്താൻ വേണ്ടിയല്ലേടി അവളെ നീ ഇവിടുന്ന് മാറ്റിയത്? എടാ ആംബ്രോസേ, ഇയാൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയല്ലോടാ. എടി, എനിക്കത് നന്നായിട്ട് അറിയാടി. പക്ഷെ നീ കരുതുന്നത് പോലെ എളുപ്പമല്ല കാര്യങ്ങള്. നിന്നെ പോലൊരു പെണ്ണിന്റെ വെള്ളിപ്പുറത്ത് വരുന്ന ആളല്ല അങ്ങേര്. ആദ്യേ നിന്നെ പോക്കും. അയാളെ പേടിച്ച് ഞാൻ ഈ മലയിൽ വന്ന് ഒളിച്ചു താമസിക്കാനുള്ള കാരണം നീ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്തണം. അല്ല, എന്ത് ഒത്തുതീർപ്പെന്ന് അയാള് പറയുന്നത്? പെണ്ണെന്റെ കയ്യിൽ ഉണ്ടായിട്ട് വേണ്ടേ? അതൊന്നും പറഞ്ഞ ഞങ്ങള് വിശ്വസിക്കത്തില്ല കാർത്തിയായനി. താൻ വിശ്വസിച്ചിട്ട് എനിക്ക് എന്ത് വേണം? ഇറങ്ങി പോടോ. അങ്ങനെ പോകാൻ വന്നതല്ലേടി ഞങ്ങള്. രായപ്പൊരു പ്രശ്നം വന്നാ ഞങ്ങള് കൂടെ നിൽക്കും. ചോദിക്കണ്ട രീതി ചോദിക്കരായപ്പ. നിന്റെ ഒപ്പം ഞങ്ങളും ഉണ്ട്. ഇടോ വാച്ചറേ, താനൊന്ന് അടങ്ങ്. എത്ര നാളെ ഇവിടെ രായപ്പനായിട്ട് കുരങ്ങ് കളിപ്പിക്കുന്നു. ഇന്ന് അതിനൊരു അറുതി വരുത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് പോകും. പറയടേ, ആ പെണ്ണ് എവിടെ ഉണ്ടെന്ന് പറയേ. ആശാനെ അടിക്കവളെ. ഇനി ആർക്കാടാ അറിയേണ്ടത് അവൾ എവിടെ ഉണ്ടെന്ന്? ആശാനെ കളരിയെടുക്ക്. നീ വാച്ചറ തല്ലിയല്ലേടി? ഡാ, വാടാ നിന്റെ കളരിയുമായിട്ട്. വെട്ടി അരിഞ്ഞിടും നിന്നെ ഞാൻ. വാച്ചറെ നമുക്ക് എവിടെയാടാ കാർത്തിയാനയുടെ മൂക്ക് ചെത്താൻ വന്നവന്മാര്? ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപാടോ. ഞാനൊരു പെണ്ണാണെന്ന് കരുതി എന്തുമാകാവുന്നോ? നീ കണ്ട പെണ്ണല്ല കാർത്തിയായനി. 20-ാം വയസ്സിൽ കാർത്തിയായനി സ്വയരക്ഷക്കെടുത്തതാ വെട്ടുകത്തി. ഇത് കാണിച്ച് പേടിപ്പിക്കാനുള്ളതല്ല. നീ ചങ്കൂറ്റുള്ള ആണുങ്ങളെ കണ്ടിട്ടില്ലടി. എന്നാ ഒന്ന് വെട്ടടി. ഞാനിത് കയ്യിലെടുത്ത രണ്ടിലൊന്ന് നടന്നിട്ട് ഞാനിത് താഴെ വയ്ക്കത്തുള്ളൂ. കാർത്തിയാനി രാജപ്പനോടാ കളിക്കുന്നേ. വീട് ആക്രമിക്കാൻ വന്നവനെ വെട്ടിയിട്ട പെണ്ണിന്റെ പേരിൽ ഒരു കേസും വരത്തില്ല. നീ പോരായപ്പ. നിന്റെ തരികടയൊന്നും കാർത്തിയായനിന്റെ അടുത്ത് ചെലവാകത്തില്ല. ഇനി നീ ഈ വീടിന്റെ മുറ്റത്ത് കാല് കുത്തിയോ 2 കാലേ നീ തിരിച്ചു പോത്തില്ല. കൊണ്ട് തൂക്കിയെടുത്ത് കളയടാ പുറത്ത്. ടീച്ചർ ഇന്നലെ ചോദിക്കുക ആരാ മുടി ചീകി കെട്ടിത്തന്നെന്ന്. എന്നിട്ട് ചിന്നുമോൾ എന്തു പറഞ്ഞു? ചേച്ചിയുടെ പേര് പറയരുതെന്ന് അമ്മ പറഞ്ഞോണ്ട് ഞാൻ മിണ്ടിയില്ല. അമ്മയാണെന്ന് പറയാത്ത എന്താ? അമ്മയെന്ന് തന്നെയാ ഞാൻ പറഞ്ഞേ. അപ്പോ ടീച്ചർ ചോദിക്കുക നിന്റെ അമ്മ എവിടെ പോയി ഇതൊക്കെ പഠിച്ചെന്ന്. എന്റെ മുടി മാത്രം ചേച്ചി ചീവി കെട്ടിത്തരില്ല. മോളുടെ മുടി ഇപ്പൊ ചീകി കെട്ടിയിരിക്കല്ലേ? അമ്മേ എങ്ങനെയുണ്ട് അമ്മേ? നീ ആളാകെ മാറിപ്പോയല്ലോ. പിടിച്ചോ.
എനിക്കൊരു പുതിയ ബാഗ് വാങ്ങിത്താ അമ്മേ. ഇനിയിപ്പോ 2-3 മാസമല്ലേ ഉള്ളൂ. അടുത്ത വർഷം വാങ്ങിത്തരാം. എനിക്കും വേണം. വാങ്ങിത്തരാം. പൊയ്ക്കോ. ദേ സൈഡ് ഒഴിഞ്ഞു പോണേ. ശരി അമ്മേ. സ്കൂളിലേക്ക് ഒരുപാട് ദൂരമുണ്ടോ? 1 കിലോമീറ്റർ ദൂരം കാണും. വാ കാപ്പി കഴിക്കാം. ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ. രാവിലെ ഇത് ആരാണെന്ന് അറിയില്ലല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. അവളെ കൊണ്ടുവിട്ടിട്ട് ഇപ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നിയല്ലോ. ഓ, നിന്റെ പറച്ചില് കേട്ടാ തോന്നും മുട്ടിലെഴുന്ന കൊച്ചിനെ എവിടെ കൊണ്ടുവിട്ടേച്ച് പോയത്. അവള് കുറച്ചു കാലം എന്റെ വീട്ടിൽ നിന്നതാ. ഇവിടെയും നിനക്കൊരു ശല്യം ഉണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങി നിന്നോളൂ. അങ്ങനെ അടങ്ങി ഒതുങ്ങി ഒരിടത്ത് ഇരുത്താൻ പറ്റുന്ന അവസ്ഥയാണോ? പെണ്ണിനിത് 7.5 മാസമാ. ഒരു ഡോക്ടറെ കൊണ്ടുചെന്ന് കാണിക്കണ്ടേ? ഇപ്പൊ അതിന്റെ കാര്യമൊന്നുമില്ല. പ്രസവത്തിന് എങ്ങോട്ട് കൊണ്ടുപോകാന്നാ കാർത്തികേയന് കരുതുന്നത്? എന്റെ ചന്ദ്രി, അങ്ങനെയൊന്നും കരുതിയിട്ടല്ല പാതിരാത്രിക്ക് അവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പൊ പ്രസവം ഇവിടെയുള്ള ഏതെങ്കിലും സർക്കാർ ആശുപത്രി നടത്താം, അല്ലേടാ? നെടുമങ്ങാട് താലൂക്ക് ആശുപത്രി മതിയേച്ചി. പ്രസവവേദന വരുമ്പം അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ പറ്റില്ല. അതിനു മുമ്പ് ഒരു ഡോക്ടറെ ചെന്ന് കാണണം. ആ, അടുത്ത പ്രാവശ്യം വരുമ്പോഴാവട്ടെ. വന്ന നിലയ്ക്ക് നീ ഇന്ന് തന്നെ ഒരു ഡോക്ടറെ കൊണ്ടുചെന്ന് കാണിച്ചിട്ട് വാ. ഒരു OP കാർഡ് കിട്ടിയ പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നാ എനിക്ക് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാലോ. പറച്ചില് കേട്ടാ പ്രസവവേദന ഇവക്കാൻ തോന്നുമല്ലോ. നീ ഒന്ന് മിണ്ടാതിരിക്കും ചന്ദ്രി. എന്ത് വേണമെന്ന് എനിക്കറിയാം. ചന്ദ്രേച്ചി പേടിക്കൊന്നും വേണ്ട, എല്ലാം കാർത്തു വെച്ച് നോക്കിക്കോളും. പേടിക്കണ്ടേ? വാ. സുഖല്ലേ മോളെ? സുഖാ ചേച്ചി. ചന്ദ്രി കിടന്ന് വിളിച്ചു പൊടിച്ചിട്ടാ ഞാൻ വന്നത്. എന്നെ അന്വേഷിച്ച് അവിടെ ആരെങ്കിലും വന്നോ ചേച്ചി? തെന്മല റോസി ഇന്നലെ ആ ഭാഗത്ത് ഇറങ്ങിയതായി കേട്ടു. പക്ഷെ എന്റെ മുന്നേ വന്ന് പെട്ടില്ല. രാത്രിയിലേ നിന്റെ ചത്തപ്പം വന്നിരുന്നു. 2-3 പേരെയും കൂട്ടി വീട് കയറി ആക്രമിക്കാനാ വന്നത്. ഞാൻ വിടുവോ? എല്ലാത്തിനെയും കണക്കിന് പൂശി വിട്ടിട്ടുണ്ട്. നാട്ടുകാരൊക്കെ കുറേശ്ശെ മണത്തറിയുന്നതിന് മുമ്പേ നിന്നെ അവിടുന്ന് മാറ്റിയത് നന്നായി. പിന്നെ കുറച്ച് അരി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടാ വന്നത്. എന്നാ പോട്ടേടി. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ ചന്ദ്രയോട് പറയണം. പറയാം. ആ, അടുത്ത ആശുപത്രി പോകാൻ നേരത്തെ ഞാൻ വരാം. എന്നാ ശരിയടി. ഇന്നലെ രാത്രി നമ്മളവിടെ പോകണ്ട. തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞു. ആശാനെ എന്തായി കാണുമല്ലോ. ആശാനേ, നിങ്ങൾ എന്നെയും വിളിച്ചോണ്ട് പോയിട്ട് ഓടിക്കളയെന്ന് ഞാൻ കരുതിയില്ല. ആ സമയത്ത് അങ്ങോട്ട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വാച്ചർ ഒറ്റ ഒരുത്തനാ എരിവേറ്റത്. 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നീറ് പോലെ നിൽക്കും. ആദ്യം ഓടിത്തള്ളിയത് ആശാന. നിങ്ങൾ എവിടുത്തെ കളരിയാ? അവൾ എന്നെ അടിച്ചപ്പോ നിങ്ങൾ ഓടിത്തള്ളി കളഞ്ഞില്ലേ? എടോ, അവള് വെട്ടുമെന്ന് പറഞ്ഞാൽ വെട്ടും. പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അവളെ ഏത് തരക്കാരി ആയാലും ഒരു പെണ്ണാ. അങ്ങനെ ഒരു സ്ഥലത്ത് രാത്രി കയറി ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയാലേ നമ്മൾ കുടുങ്ങും. ഇനിയിപ്പോ അതും പറയണ്ട. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പായി. അവളുടെ കയ്യിൽ തന്നെ അർച്ചന ഇപ്പോഴും ഉണ്ട്. അതുറപ്പാ. ആശാൻ പറഞ്ഞത് തന്നെ അവളുടെ ലക്ഷ്യം. എന്നെ ഒഴിവാക്കി SP-യുമായിട്ട് ഡീൽ ഉറപ്പിക്കാൻ അവളുടെ നീക്കം. ചെലവ് കാശ് കൊടുത്തിട്ട് വാങ്ങാതിരുന്നത് അത് മനസ്സ് കെടില്ല. എന്തായാലും SP-യെ ചെന്നൊന്ന് കാണണം. അയാൾ വിളിപ്പിച്ചതിന് എന്തോ കാര്യമുണ്ട്. എന്നാലേ രായപ്പം പോയിട്ടോ. കാർത്തിയാനി ചിലപ്പോ അയാളെ വിളിച്ചു കാണും. ശരി ആശാനെ, വൈകിട്ട് കാണാം. ശരി എന്നാ. ഇന്നലത്തെ കാര്യം ഓർക്കുമ്പോ വല്ലാത്ത നാണക്കേടായി. വെള്ളത്തിന്റെ പുറത്ത് ചെയ്യുന്നൊക്കെ വെള്ളം ഇറങ്ങുമ്പോ മറന്നേക്കണം. നിങ്ങൾ വാ. ഒരിക്കൽ ഫൈസിയുടെ വാക്ക് മാത്രം വിശ്വസിച്ചാ ഞാൻ വിവാഹത്തിന് തയ്യാറായത്. ശ്രുതിക്ക് അതൊക്കെ അറിയാം. ഞങ്ങൾക്കിടയിൽ രഹസ്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഫൈസിയുടെ വേറൊരു വാക്ക് വിശ്വസിച്ചാ ഞാൻ മുന്നോട്ട് പോകുന്നത്. 4 മാസം പ്രഗ്നന്റാ നിരഞ്ജന. ഇനി അബോർഷൻ നടന്നെന്ന് എളുപ്പത്തിലൊരു കള്ളം പറഞ്ഞ് ഞങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. എനിക്കതറിയാം സുധി. നിരഞ്ജന പ്രഗ്നന്റ് ആണെന്ന് ഒരു വെളിപ്പെടുത്തൽ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് തന്നെ നിരഞ്ജനേക്കാൾ ടെൻഷൻ എനിക്കുണ്ട്.
അമിതമായി ആഗ്രഹിച്ചിട്ടും സ്വപ്നം കണ്ടിട്ടും കാര്യമില്ല. ജീവൻ തരുന്നതും നിലനിർത്തുന്നതും ദൈവത്തിന് വിട്ടുകൊടുക്കണം. അതിലൊക്കെ നമ്മൾ നിസ്സഹായര സുധി. എനിക്കും അതറിയാം. പ്രസവം കഴിഞ്ഞു കിട്ടാൻ അമ്മാളുവിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഓരോ തവണ ചെന്ന് കാണുമ്പോഴും എനിക്ക് സംശയം തോന്നാറുണ്ട്. കുഞ്ഞെന്ന മോഹം മാത്രമല്ല, ആ പെൺകുട്ടിയും മനസ്സിലൊരു നൊമ്പരമായി മാറിക്കഴിഞ്ഞു. ഇനി കുഞ്ഞിനെ കിട്ടാതെ വന്നാലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഫൈസിക്ക് ദോഷം വരുന്ന ഒന്നും ഉണ്ടാവില്ല. ഫൈസിക്ക് എന്ത് ദോഷം വരാനാ? നാളെ അമ്മാളുവിന്റെ കഥ ലോകം അറിഞ്ഞ ഫൈസി ആരും ഒന്നും ചെയ്യില്ല. നിരഞ്ജന എന്തൊക്കെയായി പറയുന്നേ? അമ്മയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ അടങ്ങിയിരിക്കില്ല. പൂമൊട്ടായപ്പം പുഴുക്കുത്തേറ്റവളാവള്. നമുക്ക് വേണ്ടി നല്ലൊരു കാര്യം ചെയ്യാൻ മനസ്സ് കാണിച്ച ഫൈസിയെ താൻ ഇങ്ങനെ ശിക്ഷിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ സുധി, ഫൈസിയുടെ തൊപ്പി ആരും തെറിപ്പിക്കില്ല. ഈ സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച വ്യക്തിയായി ഫൈസിയെ പൊതുജനം കാണും. എനിക്കങ്ങനെ ഒരു അംഗീകാരവും വേണ്ട. നിരഞ്ജനയുടെ മനസ്സ് പോകുന്ന വഴികൾ മുമ്പേ മനസ്സിലാക്കിയതാ ഞാൻ. നിങ്ങളെ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടതും അതുകൊണ്ടാണ്. നിരഞ്ജനയുടെ നിലപാടെന്താണെന്ന് എനിക്കറിയണം. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന തീരുമാനമാണെങ്കിൽ അമ്മാളുവിനെ ഇനി നിങ്ങൾ കാണില്ല. എനിക്ക് എന്റെ മുഖം രക്ഷിച്ചേ തീരൂ. അമ്മാളു എന്ന പെൺകുട്ടി വർമ്മ സാറിന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുണ്ടെന്ന് നിരഞ്ജന പറഞ്ഞാൽ അതിന് തെളിവില്ല. രേഖയിൽപ്പെടാത്ത ഒരുപാട് പേര് ഈ ഭൂമിയിലുണ്ട്. എവിടെ നിന്ന് വന്നെന്നോ എങ്ങോട്ട് പോയെന്നോ ആരും അറിയാത്ത കുറെ പേരുണ്ട് ഇവിടെ. അതിലൊരാൾ മാത്രമാണ് അമ്മാളു. ഫൈസി പേടിക്കുന്നതൊന്നും നിരഞ്ജനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഞാനത് ഉറപ്പു തരുന്നു. നമ്മൾ തമ്മിലുള്ള സൗഹൃദം ഒരിക്കലും ഇല്ലാതാവില്ല. ശരി, ഞാൻ അത് വിശ്വസിക്കുന്നു. എന്നാ കാണാം. ശരി ഫൈസി. താൻ എല്ലാം സമ്മതിച്ചിട്ടല്ലേ എൻ്റെ ഒപ്പം പോകുന്നത്. ഫൈസിയെ കണ്ടപ്പോൾ താനത് തെറ്റിച്ചു. ഫൈസിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. കുഞ്ഞ്, അതാണ് നമ്മുടെ ലക്ഷ്യം. ഫൈസിയിൽ കുറച്ച് മനുഷ്യത്വം ഉണ്ടെന്നാണ് ഞാൻ കരുതിയത്. സർവീസിലിരുന്നു കൊണ്ട് ഫൈസിക്ക് നല്ല ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ദയവ് ചെയ്ത് താൻ ഇനി അമ്മാളുവിനെ കാണാൻ പോകരുത്. ഫൈസി അവളെ അവിടെ നിന്ന് മാറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവളെ ഞാൻ ഇനിയും കാണാൻ പോവും. രേഖകളില്ലാത്തവരുടെ കൂട്ടത്തിലാണ് ഫൈസി അമ്മാളുവിനെ എഴുതി തള്ളിയത്. അങ്ങനെ ഒരു മനുഷ്യജീവി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുണ്ടെന്ന് തെളിയിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയും. അവളുടെ കഥ ഞാൻ ഫോണിൽ പകർത്തി വെച്ചിട്ടുണ്ട്. സുധിയുടെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴും പറ്റിക്കൂടി നിൽക്കുന്നത് കുഞ്ഞെന്ന സ്വപ്നം മനസ്സിലുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്നേ നമ്മൾ 2 വഴികളിലേക്ക് പോയേനെ. ഈ പ്രതീക്ഷ കൈവിട്ട നമുക്ക് വിട പറയാൻ സമയമായെന്ന് കരുതാം. വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നു. അരി നാളത്തേക്കും കൂടി ഉണ്ടാവും. ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അച്ഛൻ ഇവിടെ നിന്നും കഴിക്കുന്നില്ലേ അമ്മ? അതേ പിന്നെ ഇവിടുന്ന് ഒന്നും കഴിച്ചിട്ടില്ല മോളെ. നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുമെന്നല്ലേ പറഞ്ഞത്. പട്ടിണിയാണേലും വേണ്ടില്ല, അച്ചുവേച്ചി എവിടുന്നെങ്കിലും അച്ഛൻ കണ്ടുപിടിച്ചാ മതി. അവളിപ്പോ എവിടെയാണെങ്കിലും ഒന്ന് ഫോൺ ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരിക്കും. അച്ചുവേച്ചി ഇനി മുറിയിൽ എങ്ങനെ പൂട്ടിയിട്ട് കാണൂ? നീ ഇങ്ങനെ ഓരോന്ന് പറയല്ലേ മോളെ. എനിക്കിതൊന്നും താങ്ങാനുള്ള കരുത്തില്ല. പ്രസവ തീയതി അടുത്തോണ്ടിരിക്കുക. പ്രസവത്തിന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല. അച്ചുവേച്ചി അവിടുന്ന് രക്ഷപ്പെടുന്ന എന്റെ മനസ്സ് പറയുന്നു. കേരളത്തിൽ തന്നെ അവൾ ഉണ്ടെന്ന് ഉറപ്പാ. കാർത്തിയാനിക്ക് ചങ്ങനാശ്ശേരി ബന്ധുക്കളുണ്ടെന്നല്ലേ പറഞ്ഞത്. അവരുടെ ഏതെങ്കിലും വീട്ടിൽ കാണും. അമ്മ നോക്കിക്കോ, അച്ചുവേച്ചി നമ്മളെ വിളിക്കും. അങ്ങനൊന്നും അച്ചുവേച്ചി ആർക്കും തോറ്റു കൊടുക്കില്ല. നമ്മൾ വീണ്ടും അച്ചുവേച്ചിയെ കാണും, കൂടെ കുഞ്ഞും കാണും. ഇവിടുന്ന് പോകുമ്പോ അച്ചുവേച്ചി ഞങ്ങൾക്ക് ഉറപ്പ് തന്നതാ. എത്തി.
വലിയ ലോഹ്യമൊന്നും വേണ്ട. ഇവനോട് പറഞ്ഞേക്ക് നടരാജ വിളിപ്പിച്ചെന്തിനാണെന്ന്. രാജപ്പൻ ഇവിടെ വരുമ്പോൾ കാശ് വാങ്ങിയിട്ടേ പോയിട്ടുള്ളൂ. 100 500 1000 ഒന്നുമല്ല, ലക്ഷങ്ങളാ കൈനീട്ടി വാങ്ങിയത്. എനിക്കൊരു തെറ്റുപറ്റിപ്പോയി സാറേ. അതിനകത്ത് പ്രായച്ചിത്തവും ഞാൻ ചെയ്യാം. രാജപ്പൻ പ്രായശ്ചിത്തം ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ? നീ എങ്ങനെ ജീവിച്ചാലും ഞങ്ങൾക്കതൊരു വിഷയമല്ല. ഇതൊരു നാറ്റ കേസായതുകൊണ്ടാ ഞങ്ങൾ നേരിട്ട് ഇടപെടാതെ നിന്നെ വിശ്വസിച്ചത്. താനപ്പ സാമർത്ഥ്യം കാണിച്ചു. അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് വലിയ കാലമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. നിനക്കൊരാവശ്യം വന്നെങ്കിൽ ഇപ്പൊ പറ്റിച്ചു വാങ്ങിയതിൻ്റെ 4 ഇരട്ടി ഞങ്ങൾ തരുമായിരുന്നു. വിശ്വസ്തനായി തന്നെ ഞങ്ങൾ കൂടെ നിർത്തിയെന്നെ. നീ തന്നെ അതില്ലാതാക്കി. രാജപ്പനെ ഞാൻ തെറ്റ് പറയുന്നില്ല. കടലിൽ ചെന്നാലും നായ നക്കിയെ കുടിക്കുന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. നീ ശീലിച്ചതേ നീ ചെയ്യൂ. വിശ്വാസവഞ്ചന ഞങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല. ഇവനെ വിളിച്ചു വരുത്തിയതിന്റെ കാര്യം പറ. അളിയന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിയ മുഴുവൻ കാശും തിരിച്ചു തരണം. അതിന് നിനക്ക് 2 ആഴ്ചത്തെ സമയം ഞങ്ങൾ തരും. ആ സമയത്തിനുള്ളിൽ സ്ഥലം വിട്ട് കളയാമെന്ന വല്ല ചിന്തയുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ നിന്ന് കളയുന്നതാണ് നിനക്ക് നല്ലത്. എവിടെ പോയി ഒളിച്ച് താമസിച്ചാലും നിന്നെ പൊക്കാൻ അളിയന് കഴിയും. വലിയൊരു കേസിൽ നിന്നെയും ഒരു പ്രതിയാക്കിയാൽ മതി. ലുക്കൌട്ട് നോട്ടീസ് വരെ പത്രങ്ങൾ അടിച്ചു വരും. ഞങ്ങൾക്ക് നിന്നെ കയ്യിൽ കിട്ടിയാൽ മാത്രം മതി. കേസിൽ നീ പങ്കാളിയാണോ അല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം. ഇനി എന്നെ ഉപദ്രവിക്കില്ല സാറേ. നിന്നെ വിടില്ല ഞങ്ങൾ. വാങ്ങിയ കുറെ കാശ് തിരിച്ചു പിടിക്കാനല്ല, മറിച്ച് ഞങ്ങൾ വിഡ്ഢികളായിട്ടില്ലെന്ന് സ്വയം ബോധ്യപ്പെടുത്താനാ. സാറേ, കല്യാണത്തിന്റെ പേരിൽ വാങ്ങിയ 15 ലക്ഷം രൂപ ഞാൻ 2 ദിവസത്തിനുള്ളിൽ കൊണ്ടുവരാം സാറേ. 15 ലക്ഷം കൊണ്ട് തീരില്ലടാ. വീടും പറമ്പും വാങ്ങാൻ നീ കൈപ്പറ്റിയ 40 ലക്ഷം. പിന്നെ പലപ്പോഴായി വാങ്ങിയത്. രൂപ 1.5 കോടി വരും. സാറേ, 2 ആഴ്ചക്കുള്ളിൽ എങ്ങനെയാ സാറേ വീടും പറമ്പൊക്കെ വിൽക്കുന്നേ? ഞാൻ വന്ന് വിറ്റിയരാടാ. 14 ദിവസത്തെ അവധി ഞാൻ നിനക്ക് തരും. കൂടുതൽ നേരം നീ ഇവിടെ നിന്ന് താളം ചവിട്ടണ്ട. എന്റെ സമനില തെറ്റും നിന്നെ കണ്ട. നീ ചെല്ല്, എന്നിട്ട് കാശുമായിട്ട് വാ. പോടാ. അവളുടെ കല്യാണത്തിന് വേണ്ടി അവൻ 5 പൈസ പോലും ചെലവാക്കിയിട്ടില്ല എന്നുള്ളത് അളിയനിപ്പോൾ മനസ്സിലായില്ലേ? അതവൻ ബാങ്കിലിട്ട് കാണും. 2 ആഴ്ച കൊണ്ടൊന്നും അവനത് കൊണ്ടുവരാൻ പറ്റില്ല. അവൻ ഓടണം. ദേഹത്ത് തീ പിടിച്ചതുപോലെ അവൻ ഓടി നടക്കുന്ന എനിക്ക് കാണണം.